വിവിധ പൂക്കളാൽ നിറഞ്ഞ മനോഹരമായ ഒരു പൂന്തോട്ടം പോലെ ഈ സദസ്സിനെ ഇങ്ങനെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മെക്സവിൻ്റെ അംഗങ്ങളെ, അരീക്കോട് മോഡേൺ പാലാട്ട് യൂണിറ്റുകളുടെ ഈ മെഗാ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ, വേദിയിലും സദസ്സിലുമുള്ള സ്വാഗത പ്രഭാഷണത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ലോകത്തെ 8ാമത്തെ അത്ഭുതമായിരിക്കും മെക്സവൻ എന്നതിൻ്റെ തുടക്കത്തിൽ പറയുമ്പോൾ പലർക്കും സംശയമുണ്ടായിരുന്നു അതെങ്ങനെയാണ് എന്ന്. ഏറ്റവും സ്മാർട്ടായിട്ട് പണമുണ്ടാക്കാനും ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും പഠിച്ച നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റി ബോധവാന്മല്ലാതായ ഒരവസ്ഥയുണ്ടായപ്പോഴാണ് പ്രമേഹ രോഗികളുടെ തലസ്ഥാനമായി ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനവും ലോകത്ത് നമ്മുടെ ഭാരതവും ജീവിതശൈലി രോഗങ്ങൾക്ക് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ക്യാപിറ്റലായി മാറിയത്. അതിനൊരു മാറ്റം കുറിക്കാൻ വ്യായാമ സംസ്കാരം തിരിച്ചു കൊണ്ടുവന്നേ മതിയാകൂ എന്ന ചിന്തയിൽ നിന്നാണ് 2012 പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ ഈ രാജ്യത്തിനായി, രാജ്യത്തെ ജനങ്ങൾക്കായി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തയിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യായാമ സംസ്കാരം ആദ്യം തന്റെ നാട്ടുകാർക്ക് വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ഇതേപ്പറ്റി ഇങ്ങനെ ഗവേഷണം നടത്തി, നിരീക്ഷണങ്ങൾ നടത്തി, നമുക്കറിയാം പല വ്യായാമങ്ങളും സ്ട്രെച്ചിങ്ങിനോടുകൂടി ബ്രീത്തിങ് അടക്കം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന, ഏത് പ്രായക്കാർക്കും ഏത് പ്രായത്തിലും ചെയ്യാവുന്ന, രോഗികൾക്ക് പോലും ചില ജമ്പിങ് വ്യായാമങ്ങൾ പോലെ, ബെൻഡിങ് വ്യായാമങ്ങൾ പോലെ ചിലവ ഒഴികെ ബാക്കിയെല്ലാം ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രോഗാവസ്ഥയിലും ചെയ്യാവുന്ന രീതിയിൽ ലോകത്തിനൊരു വരദാനമായി അദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയും 2022 അതിനു മുമ്പ് അവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും പെട്ട ആളുകൾ, വിവിധ പ്രൊഫൈലുകളിലുള്ള വിവിധ കാറ്റഗറിയിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു വ്യായാമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് തൻ്റെ EMEA കോളേജിൽ അലുമിനി മീറ്റിൽ വെച്ച് അദ്ദേഹം പറയുകയും അതിൽ നിന്ന് എൻ്റെ സുഹൃത്ത് KT മുസ്തഫ അവനത് ക്യാച്ച് ചെയ്തു. ജനങ്ങൾ ഒരുമിക്കുന്ന നന്മ നിറഞ്ഞ അതോടൊപ്പം ആരോഗ്യം സമ്മാനിക്കുന്ന ഒന്ന് എന്നും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെ അത് പങ്കുവെക്കുകയും ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സുഹൃത്ത് ശിവാനന്ദനും അടക്കമുള്ള ഒരു ടീം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ചെറിയൊരു തുടക്കം. അന്ന് ഞാൻ സലാഹുദ്ദീൻ സാറിനോട് ചോദിച്ചു, യൂണിഫോം വേണം. അപ്പോൾ പറഞ്ഞു, ഇത് തുടക്കത്തിൽ കുറച്ച് ആളുണ്ടാവും, എത്രയാൾ വരുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി. തുടക്കത്തിൽ 40 ആളാണെങ്കിൽ ഒരു 15-20 ദിവസം കൊണ്ട് അത് 150-200 ആളായി മാറുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. തൊട്ടടുത്ത സ്കൂൾ ഗ്രൗണ്ടിൽ വനിതകൾക്കായി തുടങ്ങിയപ്പോൾ, അവിടെ സ്കൂൾ ഗ്രൗണ്ടല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ തുടങ്ങിയപ്പോൾ അവിടെയും 150-ൽ പരം സ്ത്രീകൾ വരാൻ തുടങ്ങി. പരിസര പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരികയും ഇതിന്റെ യൂണിറ്റുകൾ ഇങ്ങനെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു വരികയും ചെയ്തു. ഇതിന്റെ റിസൾട്ട് കൊണ്ട്, ഫീഡ്ബാക്കുകൾ കൊണ്ട്. അപ്പോൾ പ്രായമുള്ള ഒരുപക്ഷെ 50-ഉം 60-ഉം 70-ഉമായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് കടന്നു വന്നത്. അതിൽ തന്നെ 80% ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവിതശൈലി രോഗം ബാധിച്ചവരായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടർമാർ വ്യായാമം നിഷ്കർഷിച്ചവരായിരുന്നു. ഒരു ട്രെയിനറെ വെച്ച് നമ്മൾ കൃത്യമായ എണ്ണം പുലർത്തി 21 വ്യായാമങ്ങൾ ഒന്നുപോലും വ്യത്യാസമില്ലാതെ ഒരേപോലെ ചെയ്യുന്ന ഒരു വ്യായാമ സിസ്റ്റം ലോകത്താദ്യമായി ചെയ്യുന്നതും നടപ്പിൽ വരുത്തിയതും മെക്സവൻ എന്ന മാതൃക ക്ലബ്ബ് മാത്രമാണ്. ആ ഒരു പ്രത്യേകത, എല്ലാവരും തുല്യമായി വ്യായാമം ചെയ്യുകയും അതിന്റെ റിസൾട്ട് കറക്റ്റായി ലഭിക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകളും 100 കണക്കിന് യൂണിറ്റുകളുമായപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകുന്നൊരവസ്ഥയാണ്. കാരണം എല്ലാ നാട്ടിലും എല്ലാവർക്കും തുടങ്ങാവുന്നതും ജനം ആഗ്രഹിച്ചതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാവുന്നതും റിസൾട്ട് ഉള്ളതുമായ ഒരു സംവിധാനം സൗജന്യമായി ലഭിച്ചപ്പോൾ ജനം അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് 2023 നവംബറിൽ നമ്മൾ നവകേരള സദസ്സിൽ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ആരോഗ്യ സംസ്കാരം നിലവിലുണ്ടെന്നും അതിന് മികച്ച റിസൾട്ട് ഉണ്ടെന്നും ഗ്രാമാന്തരങ്ങളിലും ഇന്ത്യയിലുടനീളവും അതിന് വ്യാപിക്കാൻ വേണ്ട സഹായവും സഹകരണവും ഉണ്ടാവണമെന്നും
ഇത് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് എന്നും നമ്മൾ പറഞ്ഞു. യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ലോക ജനതയ്ക്കായി നമ്മൾ ഇത് സമർപ്പിച്ചു. തുടർന്ന് ഇങ്ങോട്ട് അതിവേഗം ഇതിന്റെ വളർച്ച നമ്മൾ കണ്ടു. കാരണം എന്താ, ജമ്പിംഗ് ജാക്സിൽ തുടങ്ങി ഫേസ് മസാജിൽ അവസാനിക്കുന്ന യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും അടങ്ങിയ ഈ വ്യായാമം ശരീരത്തിനുണ്ടാക്കുന്ന എണ്ണമറ്റ ഗുണങ്ങൾ, അതിന്റെ റിസൾട്ട്, ഓരോ ഭാഗത്തും നമുക്കത് നൽകുന്ന നന്മ, ഇത് തിരിച്ചറിഞ്ഞ ജനങ്ങളാണ് ഇത് ഏറ്റെടുത്ത് വ്യാപിപ്പിക്കുന്നത് അവരുടെ ഗ്രാമങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും. ആരോടും ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടന ഏതാണെന്നോ നിങ്ങൾ എവിടെ നിന്നാണോ പേര് പോലും ചോദിക്കാത്ത, പേര് പോലും എഴുതി വെക്കാത്ത, കേവലം എണ്ണം മാത്രം എടുക്കുന്ന ഒരു സംവിധാനം. നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. TV ചാനലുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് തൊട്ടടുത്ത് വ്യായാമം ചെയ്യുന്നവന്റെ ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയും നമ്മൾ അറിയുന്നത് തന്നെ. അത്രയും സുതാര്യമായ ഓപ്പണായ മൈതാനത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളാൽ നടത്തുന്ന അതാത് നാട്ടിൽ അതാത് നാട്ടുകാർ നടത്തുന്ന ഒരു വ്യായാമ സംവിധാനത്തെ മറ്റൊരു കണ്ണിലൂടെ ലോകം കണ്ടപ്പോഴാണ് നമുക്കിതെപ്പറ്റി വിശദീകരിക്കേണ്ടി വന്നത്. അങ്ങനെ ഈ പരിപാടി 1000 ചില്ലാനം യൂണിറ്റുകളാകുകയും ഇന്ന് ദിനേന 100 കണക്കിന് യൂണിറ്റുകൾ ഇങ്ങനെ ഓപ്പണായി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് ഇതിന്റെ റിസൾട്ട് കൊണ്ടും ജനം ഏറ്റെടുത്തത് കൊണ്ടും അവർക്കതുകൊണ്ട് ഗുണമുണ്ടെന്ന 1000 രൂപയുടെ മരുന്ന് വാങ്ങി കുടിച്ചിട്ട് പോലും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. മറിച്ച് ഡോക്ടർമാർ എപ്പോഴും പറയും, നിങ്ങൾക്ക് മരുന്ന് ഡോസ് കൂട്ടിയത് കൊണ്ട് മാത്രമായില്ല, വ്യായാമം ചെയ്യണം. സംവിധാനമില്ല. മാത്രമല്ല, കുറച്ചു ദിവസം നടക്കുമ്പോൾ മടി ബാധിച്ച് തിരിച്ചു വരുന്ന അവസ്ഥയിൽ നിന്ന് ഒരുമിച്ച് സ്നേഹിതന്മാരോട് കൂടെ ചെറുപ്പത്തിൽ നമ്മുടെ ബാല്യകാലത്തിൽ നമുക്കുണ്ടായിരുന്ന സ്നേഹവും സൗഹാർദ്ദവും തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുന്നു. അവിടെ നമ്മൾ ജോസഫിനോടോ രമേശനോടോ അഹമ്മദിനോടോ ജാതിയോ മതമോ അല്ല ചോദിച്ചിരുന്നത്. സ്നേഹത്തോടുകൂടി സംവദിക്കുന്ന ഒരു അരമണിക്കൂർ സമയം വ്യായാമം ചെയ്ത് നമ്മൾ പിരിഞ്ഞു പോകുന്നു. മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയോ മറ്റെന്തെങ്കിലും ഒരു ആശയമോ ആദർശമോ പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ച് ഏതെങ്കിലും ഒരു ചില്ലറ കാര്യങ്ങൾ തൂതിക്കാച്ചി പറയുമ്പോൾ മെക്സവനിൽ വരുന്നവർക്കറിയാം അത് അസത്യമാണെന്ന്. കാരണം എന്താ, മെക്സവനിൽ വരാത്തവർക്കാണ് വിമർശനമുള്ളത്. നമ്മളും അവരോട് പറഞ്ഞു, നിങ്ങൾ വരൂ, പഠിക്കൂ, ഇതിനെപ്പറ്റി മനസ്സിലാക്കൂ. മീഡിയയോട് നമ്മളത് പറഞ്ഞു, നിങ്ങൾ ഇതേപ്പറ്റി പഠിക്കൂ, മനസ്സിലാക്കൂ. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ വളരെ നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് നൽകി ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുജനങ്ങളും സപ്പോർട്ട് ചെയ്ത് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഭാരതത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും നമുക്ക് എൻക്വയറി വരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലാപ്പിംഗ് കൊടുത്ത് നമ്മളെ വിമർശിച്ചവരെ അഭിനന്ദിക്കാം. അവരും നെക്സവന്റെ വളർച്ചയിൽ അനൽപമായ പങ്കുവഹിച്ചവരാണ്. പിന്നെ നാം ഒരിക്കലും നമ്മളെ ഗ്രൂപ്പുകളിൽ ആരെങ്കിലും വിമർശിച്ചുള്ള മെസ്സേജുകൾ ഇന്ന് മുതൽ ഇടാനേ പാടില്ല. കാരണം പലപ്പോഴും ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നത് അതേ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് അവരെ കൺവിൻസ് ചെയ്തത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അവരെ വേദനിപ്പിക്കും നമ്മൾ ഇത്തരം മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി തട്ടിക്കളിച്ചാൽ. നമ്മുടെ പണി അതല്ല. ഒരുമിക്കാനും സ്നേഹിക്കാനും ചേർന്ന് നിൽക്കാനുമുള്ള മാർഗങ്ങളാണ് നമ്മൾ ആരായേണ്ടത്. പിന്നെ രണ്ടാമതൊരു സംശയമുണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും വലിയ ഫങ്ഷൻസ് നടത്തുന്നത്? ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരുന്നു? നമ്മൾ ആരോടും ഈ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ആഘോഷമാണ്, ഈ നാട്ടുകാരുടെ ആഘോഷമാണ്. ഒരു ചെലവുമില്ലാതെ 1000 രൂപ ജിമ്മിലോ മറ്റേതെങ്കിലും ആരോഗ്യ സെന്ററിലോ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം സൗജന്യമായി വീട്ടുപടിക്കലെത്തിച്ച് നൽകുകയും അതിന് മികച്ച റിസൾട്ട് നൽകുകയും 3000-നും 4000-നും മരുന്ന് കുടിച്ചവർക്ക് അത് 500-ഉം 1000-ഉമായി ചുരുങ്ങാനും ചിലർക്ക് നിർത്താനും ചിലർക്ക് രോഗം വരാതിരിക്കാനും കാരണമായിട്ടുണ്ടെങ്കിൽ അവരൊരു 100 രൂപ എടുത്ത് പിരിച്ചാൽ ഇതിന്റെ എത്രയോ വലിയ പരിപാടി സംഘടിപ്പിക്കാൻ മെക്സവന് സാധിക്കും. ആരുടെയും ഒരു രൂപ വേണ്ട, ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല, ആരോടും നമ്മൾ ഫീസ് വാങ്ങുന്നുമില്ല, ആർക്കും ഒന്നും കൊടുക്കുന്നുമില്ല. സൗജന്യമായ ഒരു പരിപാടി അതാത് നാട്ടുകാരെടുത്ത് വിജയിപ്പിക്കുന്നതിന് മെക്സവന് യാതൊരു പങ്കുമില്ല. അന്വേഷിക്കാം, കണ്ടെത്താം. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ സഹകരണത്തോടുകൂടി ഇത് എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കാൻ ഇവിടുത്തെ ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടക്കം പല പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളോടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത പടി അതാണ്. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തണം. എല്ലാ ജനങ്ങളും ഇത് ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുന്ന ഒരു സംവിധാനമായി ഇതിനെ മാറ്റിയാൽ
എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, എല്ലാ ജനങ്ങളിലേക്കും ഈ സന്ദേശം എത്തുകയും വ്യായാമം എന്നത്, വ്യായാമത്തിനൊരു ക്ലബുണ്ടെന്നും വ്യായാമം മാത്രമാണ് അവിടെ ചെയ്യുന്നതെന്നും മറ്റൊരു കാര്യവും നമുക്കതിൽ ബാധകമല്ലെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ആളുകൾ എല്ലാ നെറ്റ്വർക്കുമുള്ളിടത്ത് പുതിയതായ ഒരു ആശയമോ ആദർശമോ അല്ല, മറിച്ച് ജനങ്ങളെ വ്യായാമത്തെ പറ്റി ബോധവാന്മാരാക്കുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ലൈഫ് പാർട്ട്ണർ എന്നറിയപ്പെടുന്ന നമ്മുടെ ശരീരം, ആ ശരീരത്തെ ഫിറ്റായി നിർത്താൻ, നമ്മൾ രോഗമില്ലാത്ത ഒരു സമൂഹമായി മാറാൻ അതിനുതകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ ഗവൺമെന്റിനെ സഹായിക്കുക. ഈ നാടിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്ന, വിദ്യാഭ്യാസം തന്ന മറ്റു പല സംവിധാനങ്ങളും സഹായങ്ങളും രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരുക്കി തന്ന ഈ മഹാഭാരത മഹാരാജ്യത്തിന് വേണ്ടി, ആ രാജ്യത്തിലൂടെ ലോകത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയുന്ന സേവനമാണ് ഇങ്ങനെ ഒരു വ്യായാമ സംസ്കാരം ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന്. അങ്ങനെ പരിചയപ്പെടുത്തലിന്റെയും പ്രചരണത്തിനും വേണ്ടി മാത്രമാണ് ഈ വേദികൾ സന്തോഷപൂർവ്വം നമ്മൾ സംഘടിപ്പിക്കുന്നത്. പിന്നെ ആരോഗ്യത്തെ പറ്റി ഒരു അവബോധമുണ്ടാക്കാൻ, ജനങ്ങൾക്ക് മഹത്തായ സന്ദേശം നൽകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സന്ദേശം ഗവൺമെന്റ് സ്കൂളുകൾ വഴിയോ പൊതുസ്ഥാപനങ്ങൾ വഴിയോ നമുക്ക് എത്തിക്കാൻ സാധിക്കണം. തുറന്ന മൈതാനിയിൽ, പാർക്കുകളിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു യൂണിഫോം നമ്മൾ ധരിക്കുന്നത് തന്നെ മെക്സന് വരുമ്പോൾ, ഒന്ന് നമ്മൾ വെളിച്ചം കുറഞ്ഞ സമയത്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. രണ്ട്, ഈ ഒരു സന്ദേശം, ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ അടുത്ത് നടക്കുന്നുണ്ട് എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് എത്തണം. അതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ല. യൂണിഫോം എക്സസൈസ് കഴിഞ്ഞാൽ കഴിച്ചു വെക്കണം, മറ്റു പരിപാടികൾക്ക് പ്രോഗ്രാമുകൾക്ക് അത് ഉപയോഗിക്കേണ്ടതില്ല. അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിലും പ്രവൃത്തിപരത്തിലും നമ്മൾ വരുത്തി തീർക്കുമ്പോൾ ലോക ജനതയ്ക്ക് മഹത്തായ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. വിമർശനങ്ങളെ മെക്സവന്റെ കോർഡിനേറ്റർമാരും മെക്സവൻ സെന്ററുകളും മീഡിയയ്ക്ക് മുമ്പിൽ നേരിട്ടപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ വഹിച്ച പങ്കാണ് എനിക്ക് ഓർമ്മ വന്നത്. ധീരമായി പോരാടിക്കൊണ്ടിരുന്ന കർണന് ശല്യരായിരുന്നു തേരാളിയായി കിട്ടിയത്. അർജുനന് കിട്ടിയതോ ശ്രീകൃഷ്ണനെ. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ പോരാളിയായിരുന്നു കർണൻ. അദ്ദേഹം നന്നായി യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ ശല്യർ അദ്ദേഹത്തെ എപ്പോഴും ഡിസ്കറേജ് കൊണ്ടുപോയിരിക്കും. അപ്പോഴും പറയും, നിങ്ങൾ എത്ര യുദ്ധം ചെയ്തിട്ടെന്താ, അപ്പുറത്തിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്, നീ തോറ്റുപോകും. ആരാ പറയുന്നത്? അദ്ദേഹത്തെ നയിക്കുന്ന തേരാളിയാണ് പറയുന്നത്. അതേ സമയത്ത് കർണന്റെ പോരാട്ട വീര്യം കണ്ട് തേർത്തട്ടി തളർന്നു കിടന്ന അർജുനനെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. നിന്നോടൊപ്പം ഞാനുണ്ട്, ഈ ലോകമുണ്ട്, ഈ ജനതയുണ്ട്, സത്യമുണ്ട്, നീ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ തുടക്കം കുറിച്ച ഈ വിളക്കിന് കാവൽ നിന്നുകൊണ്ട് ലോകത്തിലുള്ള മീഡിയക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു, മെക്സവന്റെ ഓരോ സെന്ററുകളും ഞങ്ങളോടൊപ്പം സത്യമുണ്ട്. ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഈ ദേശത്തോട്, ഭാരതത്തോട് എന്തെങ്കിലുമൊക്കെ വിദ്വേഷ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ഒരിക്കലും ഒരുത്തർക്കും മെക്സവൻ ഒരു വേദിയല്ല എന്നും, ഇത് ജനകീയ ആരോഗ്യത്തിന് വേണ്ടി മാത്രം വ്യായാമം ചെയ്യാനുള്ള ക്ലബാണെന്നും തുറന്നു പറഞ്ഞ ആത്മവിശ്വാസത്തോടെ, ചങ്കൂറ്റത്തോടെ. കാരണം നമുക്കൊന്നും ഒളിക്കാനില്ല. തുറന്ന മൈതാനിയിൽ തുറന്ന പുസ്തകം പോലെ വെച്ചത് ആർക്കെങ്കിലും വായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ സാക്ഷരതാ ക്ലാസ്സിന് പോയി പഠിക്കട്ടെ. അക്ഷരങ്ങൾ പഠിച്ചാൽ അവർക്കും വായിക്കാൻ സാധിക്കും. അതിനുള്ള സാക്ഷരതാ ക്ലാസ് എല്ലാം മെക്സവൻ സെന്ററിലും തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരിക, ഇതിന് ജോയിൻ ചെയ്യുക. ഇനി പൊതുസമൂഹത്തിൽ വിഭിന്ന സംസ്കാരങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു നാട്ടിൽ പലരും പല വിധത്തിലും ചെയ്തിരിക്കാം, ചെയ്തുകൊണ്ടിരിക്കാം. അതിന് യോജിപ്പും വിയോജിപ്പും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ അനുവദിക്കുന്നിടത്ത് നമുക്ക് മതമോ മതത്തിന്റെ നിയമങ്ങളോ പറയാൻ പറ്റില്ല. കാരണം ഇത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുതാര്യമായും സ്വകാര്യമായും ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഏത് മതക്കാർക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും, ഏത് സംഘടനകൾക്കും, ഏത് സ്കൂളുകൾക്കും, ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും സൗജന്യമായി തന്നെ കമ്മിറ്റഡായ ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് കമ്മിറ്റഡായിട്ടുള്ള ഇതിന്റെ ട്രെയിനർമാരും ഇതിന്റെ ആളുകളും സൗജന്യമായ ട്രെയിനിങ് നൽകാനും അവരെ പരിശീലിപ്പിക്കാനും ആ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും തയ്യാറാണ്.
ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്ത് ഞങ്ങളെ ആക്രമിക്കരുതേ, ഈ മഹത്തായ ആരോഗ്യ സംസ്കാരത്തെ നിങ്ങൾ കരിനിയല്ലാക്കരുതേ എന്ന് മാത്രമാണ് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. സഹർഷം അവരെ നമ്മുടെ സെന്ററുകളിലേക്ക് സ്വാഗതം ചെയ്യുക. അതേപോലെ തന്നെ ഇനി നമ്മളുടെ ഉത്തരവാദിത്തമാണ് പുതുതലമുറയ്ക്ക് വ്യായാമത്തെ പറ്റി അവബോധം ഉണ്ടാക്കുക എന്നത്. നമ്മളൊക്കെ ഇതിൽ വന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കൂടുതലും പ്രായമുള്ള ആളുകളാണ്, പല ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്. അതിനപ്പുറത്തേക്ക് മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരാണ് മെക്സിവൻ സെന്ററിലേക്ക് വരുന്ന ബഹുഭൂരിപക്ഷവും. കാരണം സമൂഹത്തിൽ റിട്ടയർമെന്റ് ജീവിതം വരെ ഏറ്റവും നന്നായി തിളങ്ങി നിൽക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുമ്പോൾ ഒരു മാസം, ഞാൻ കേട്ടതാ, ഒരു മാസം 2 മാസമൊക്കെ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും, എനിക്ക് പണിക്കൊന്നും പോകണ്ടല്ലോ, ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വെറുതെ ടെൻഷൻ, ഒരു കാരണവും ഇല്ലാതെ ഒരു ഒറ്റപ്പെടൽ, പെട്ടെന്ന് സമൂഹ ബന്ധത്തിൽ നിന്നും ഒരു റൂമിലേക്ക് 4 ചുവരുകളിലേക്ക് ഒതുക്കിപ്പെട്ട ഒരവസ്ഥ. പലരെയും ശ്രദ്ധിച്ചാൽ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നീട് പെട്ടെന്ന് വാർത്തകൾ കടന്നു വരുന്ന മാനസികമായി തളരുന്ന സംസാരങ്ങളിലൊക്കെ എന്തോ ഒരു നിരാശ ബാധിച്ചിടത്ത് നിന്ന് 23 വയസ്സെന്ന മഹാസ്വപ്നത്തിലേക്ക് 70-കാരനും 80-കാരനും കടന്നു വന്നെങ്കിൽ അത് തന്നെയാണ് സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃക. 100 വയസ്സ് വരെ നമ്മൾ യാത്രകൾ പോകുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, പരസ്പരം പുഞ്ചിരിക്കുന്നുണ്ട്. എല്ലാം നന്മയും നിറഞ്ഞ നന്മയുടെ ഒരു പൂന്തോപ്പായി മെക്സിവൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എല്ലാവർക്കും പങ്കുണ്ട്. ഇതിനെ പ്രചരിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ വരുമ്പോൾ ഇന്ന് മഞ്ഞളാംകുഴി അലി സാഹിബ് പാങ്ങിൽ വെച്ച് വലിയൊരു സംഗമം നടന്നു. ആ 4 യൂണിറ്റുകളുടെ സംഗമം 800ഓളം പേര് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു സ്ത്രീകളൊക്കെ ഇതിലേക്ക് കടന്നു വരുമോ എന്ന്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഇതിൽ വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ 365 ദിവസവും ഒരു ലീവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ അരമണിക്കൂർ വ്യായാമത്തിന് വേണ്ടി എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പഠിച്ചു. രാവിലെ ഈ 6 to 6 വരെ എനിക്ക് സമയം കണ്ടെത്തണം, എൻ്റെ കൂട്ടുകാരികളുടെ അടുത്തേക്ക്, സ്നേഹിതരുടെ അടുത്തേക്ക് എനിക്ക് പോകണമെന്നും യാതൊരു ടെൻഷനും ഇല്ലാതെ അവരുടെ ജോലികൾ ചെയ്തു തീർക്കാനും സന്തോഷത്തോടുകൂടി നാളത്തെ പ്രഭാതത്തിന് വരവേൽക്കാനും മനസ്സിൽ നിന്ന് രോഗവും അതോടൊപ്പം ടെൻഷനും അകന്നുപോയി ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് സഹോദരിമാരാണെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ആനന്ദ കണ്ണീരാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാവണം എല്ലാവരുടെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും ഒരുമിച്ച് നിർത്താനും കഴിയുന്ന ഈ മഹാസംഭവത്തെ നിങ്ങൾ നെഞ്ഞേറ്റുക. ഓരോ വ്യായാമത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഞാൻ ഇനി അത് വിശദീകരിക്കാൻ പോകുന്നില്ല, സമയം വഴുകും. അതുകൊണ്ട് തന്നെ എല്ലാ എക്സസൈസുകളും നിങ്ങളുടെ ശരീരത്തെ മെറ്റബോളിസം വർദ്ധിക്കാനും ശരീരഭാരം കുറയുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും മസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ നിങ്ങളെ ജോയിന്റുകളെ വാമപ്പ് ചെയ്യുന്നതിനും ശരീരത്തിലെ ജോയിന്റുകളിലൊക്കെ മുറുക്കം വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നത്. ആ മുറുക്കം ഒഴിവാക്കി ഫ്ലെക്സിബിൾ ആക്കുന്നതിനും ശരീരത്തെ ബെൻഡിങ് ഒക്കെ ചെയ്യുന്നതിനും നമ്മളെ വയറൊക്കെ ചുരുങ്ങിപ്പോകുന്നതിനും കൊഴുപ്പലിഞ്ഞു പോകുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും സഹായിക്കുന്നതിനോടൊപ്പം നമ്മുടെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവർ ക്ഷിപ്രകോപം വരും. പ്രായം കൂടുന്നതിനനുസരിച്ച് കോപം കൂടുമെന്ന് പറയാറുണ്ട്. എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പൊ പിന്നെ കുട്ടികൾ പറയും ഇതൊന്നും നീങ്ങി കിട്ടിയാൽ സന്തോഷമായിരുന്നു, കട്ടിലും അല്ലെങ്കിൽ ഇതിന് എവിടെയെങ്കിലും ഇപ്പൊ നല്ല സ്ഥലമുണ്ട്, നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടേയാക്കാൻ തന്നെ സോപ്പിട്ട് വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടേയാക്കും. അതേ സമയത്ത് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഈ വ്യായാമം ചെയ്ത് ശാരീരികമായി ശക്തിയും ഫിറ്റ്നസും നേടുന്നതോടുകൂടി തന്നെ പരാശ്രയമില്ലാതെ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു വൃദ്ധസദനത്തിലേക്കും വിരൽ ചൂണ്ടാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, എൻ്റെ ഈ കൂട്ടുകാർക്കെല്ലാം ഇവിടെയുള്ളപ്പോൾ ഇവരോടൊത്ത് ചേർന്ന് എനിക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുമ്പോൾ മറ്റൊന്നിനെ പറ്റിയും മറ്റൊരു ടെൻഷൻ നിങ്ങൾ അകറ്റില്ല. മാത്രമല്ല മാനസികമായ മെഡിറ്റേഷൻ എന്നത് വലിയൊരു മരുന്നാണ്, മനസ്സിനുള്ള മരുന്ന്. കോപം നിയന്ത്രിക്കുന്നത് മാത്രമല്ല മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കാനും ഓർമ്മക്കുറവ് മാറാനും ഒരുപാട്
ടെൻഷനൊക്കെ മാറി മനസ്സിന് സന്തോഷം പകരാനും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ മനസ്സിനെയും വർത്തമാനകാലത്തിൽ പിടിച്ചു നിർത്താനും മെഡിറ്റേഷൻ സാധിക്കും. പിന്നീട് ഫേസ് മസാജ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു യോഗത്തിലേക്ക് 23 തിരിച്ചു പോകും കൂടി ചെയ്യുമ്പോൾ പറയണ്ട, പിന്നെ ക്ലാപ്പിംഗ് അതും ഒരു മെഡിസിൻ. അങ്ങനെ മരുന്നല്ലാത്തതൊന്നും ഇതിലില്ല. പിന്നീട് ചിലരുടെ അനുഭവങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷം വരുന്നുണ്ട്. ചില മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇനിയും ആഹ്ലാദം വരുന്നുണ്ട്. അങ്ങനെ റീജുവനേറ്റ് യുവർ മൈൻഡ് ആൻഡ് ബോഡി എന്ന മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ ഈ ആരോഗ്യ സംസ്കാരം ലോകമെങ്ങാൻ വ്യാപിക്കാൻ, എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ, ഇതെല്ലാത്തവരിലേക്ക് എത്താത്തവരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. മലബാറല്ല നമ്മുടെ ഫോക്കസ്, കേരളമല്ല നമ്മുടെ ഫോക്കസ്, ഭാരതവും ഭാരതത്തിലൂടെ ലോകത്തിലേക്കും ഈ സന്ദേശം എത്തുക എന്നതാണ് നമ്മൾ ഫോക്കസ്. ഇപ്പോ ഇത് തുടങ്ങിയിട്ടും അതിന്റെ പരിസരങ്ങളിലേക്കും മാത്രം വ്യാപിച്ചു പോകുന്നത് ഇപ്പോ അങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങി, കേരളത്തിന്റെ പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങി, ഇന്ത്യയുടെ പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാലാവും വിധം ഇതിന്റെ പ്രചാരണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ കടന്നു വരുന്നുണ്ട്. ഒരു നല്ല കയ്യടി